അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഈ മദ്രസകളുടെ റെഗുലർ സ്റ്റഡീസ് നിർത്തലാക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞു സ്വന്തം കുട്ടികളുടെ ഭാവി ഓർത്ത് നിർത്തലാക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ അവിടെയുള്ള മദ്രസകൾ അടച്ചുപൂട്ടാനൊരുങ്ങി. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളുമൊക്കെ നിങ്ങളിൽ പല ആളുകളും കേട്ട് കാണും. എക്കാലഘട്ടത്തിലും നമുക്കറിയാം മദ്രസകൾക്കെതിരെ സംഘപരിവാർ പല ആരോപണങ്ങളും ഉന്നയിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിതെല്ലാം. എന്നാൽ ഇതിനൊക്കെ വളം വെക്കുന്ന നിലക്കും ഇത്തരം സംഗതികളെ ന്യായീകരിക്കാനുമൊക്കെ കേരളത്തിലും പല സംഘപരിവാർ അനുകൂല ചർച്ചകളും നടക്കുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു ചർച്ച കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഒരു സംഘപരിവാർ അനുകൂല ചാനലിലിരുന്നു കൊണ്ട് അഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അഭിമുഖം നൽകുന്നത് കണ്ടു. അതിലദ്ദേഹം പറയുന്നത് മദ്രസകൾ അടച്ചുപൂട്ടണമെന്നാണ്. മദ്രസകൾ അടച്ചുപൂട്ടാൻ വേണ്ടി അഹമ്മദ് മാസ്റ്റർ ഉന്നയിക്കുന്ന അതല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദങ്ങളാകട്ടെ ആരോപണങ്ങളാകട്ടെ ഒരു കഴമ്പുമില്ലാത്തതാണ്. എല്ലാം ബാലിശമായ വാദങ്ങളാണ്. യാഥാർത്ഥ്യങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ആ ഒരു അഭിമുഖം പൂർണ്ണമായും കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. ഈ അഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി മദ്രസകൾ അടച്ചുപൂട്ടാൻ വേണ്ടി അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ വാദങ്ങളും എത്രമാത്രം ബാലിശമാണ്, അതിലെ അബദ്ധങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു സംസാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. നോർത്ത് ഇന്ത്യയിലെ മദ്രസകളെ സംബന്ധിച്ച് വലിയ ബേജാറാണ് ഈ അഹമ്മദ് മാസ്റ്റർക്ക്. അവിടെയുള്ള മദ്രസകളൊന്നും കാര്യക്ഷമമല്ല എന്നും അങ്ങനെ അതിനെ സംബന്ധിച്ചൊക്കെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അവിടെ മനുഷ്യർക്ക് പലപ്പോഴും മനുഷ്യരായി ജീവിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ, അത് മുസ്ലിമീങ്ങളുടെ കാര്യം മാത്രമല്ല, പല മതവിഭാഗങ്ങൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമില്ലാതെ, തല ഉയർത്താനുള്ള അവകാശം പോലുമില്ലാതെ തല ഉയർത്തുമ്പോഴേക്ക് അവരെ അടിച്ചമർത്തുന്ന ഗവൺമെൻറ്. അതിനെ സംബന്ധിച്ചൊന്നും അഹമ്മദ് മാസ്റ്റർക്ക് ഒന്നും പറയാനില്ല. അതിനെ സംബന്ധിച്ചൊന്നും ഒരു വേവലാതിയുമില്ല. എന്നാൽ അവിടെ മുസ്ലിം സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകൾ, അത് കേരളത്തിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അതൊക്കെ അടച്ചുപൂട്ടുകയാണ് വേണ്ടത് എന്നതാണ് അഹമ്മദ് മാസ്റ്ററുടെ ഏറ്റവും പ്രധാനമായ ആവശ്യം എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നിട്ടോ ഈ യോഗി ആദിത്യനാഥ് എടുത്ത ഈ ഒരു തീരുമാനത്തെ, അതിനെ വെള്ളപൂശാൻ ആവശ്യമായ പല കളവുകളും അതേപോലെ ബാലിശമായ വാദങ്ങളൊക്കെ ഏതോ ഒരു ചാനലിലിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിലും ഈ അഹമ്മദ് മാസ്റ്റർ ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ ബാലിശമായ ചില വാദങ്ങളുണ്ടല്ലോ, ആ വാദങ്ങളുടെ ഭാണ്ഡം അദ്ദേഹം ഒന്ന് അഴിക്കട്ടെ. നമുക്ക് ഓരോന്നിന് കൃത്യമായ നിലക്ക് മറുപടി നൽകാം. അഹമ്മദ് മാസ്റ്റർ പറയട്ടെ. രാവിലെ 7 മുതൽ 9 വരെ അല്ലെങ്കിൽ 7:30 മുതൽ 9:30 വരെയാണ് ഈ മദ്രസകൾ പൊതുവെ നടക്കുന്നത്. അല്ലെങ്കിൽ കൂടി വന്ന ഒരു 2.5 മണിക്കൂർ ആണ് രാവിലെ. ഏർലി മോർണിംഗിൽ ഈ കുട്ടികൾ എണീറ്റ് സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പോകണം. പലപ്പോഴും കുട്ടികൾക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല. മര്യാദക്ക് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടില്ല, മര്യാദക്ക് കുളിക്കാൻ സമയം കിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് നല്ല വിശന്നിട്ട് കഴിക്കാൻ സമയം കിട്ടില്ല, മര്യാദക്ക് കുളിക്കാനോ ഒന്നും രാവിലത്തെ ഒരു റിഫ്രഷ്മെൻ്റ് അവർക്ക് സമയം കിട്ടില്ല. രാവിലെ തന്നെ കണ്ണ് തിരുമ്മിയിട്ട് അവർ മദ്രസയിലേക്ക് പോകും. ഇയാൾക്കുള്ള ആശങ്ക എന്താണ്? രാവിലെ കുട്ടികൾക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി കഴിക്കാൻ കഴിയുന്നില്ല, കുളിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ഇയാളുടെ ആശങ്ക. എത്രമാത്രം ബാലിശമായ ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ, നിങ്ങളിൽ പല ആളുകളും ഓർക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് പ്രായം ചെന്നവർക്കൊക്കെ, അവരൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു പദ്യമുണ്ട്. എന്താണ് ആ പദ്യം? പുലരും മുമ്പ് ഉണരേണം, ഉണർന്നാൽ എഴുന്നേറ്റിടണം, ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പര ദൈവത്തെ ഓർക്കണം. അതായത് പുലരും മുമ്പ് ഉണരണം എന്നാണ്, നേരത്തെ ഉണരണം എന്നാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നൊരു സംഗതിയാണ് നേരത്തെ ഉണരണം. മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ എന്ന് പറയുന്നത് അവർ നേരത്തെ ഉറങ്ങും. നേരത്തെ ഉറങ്ങലും ശാസ്ത്രീയമായി നല്ല കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. നേരത്തെ ഉറങ്ങും, എന്നിട്ട് നേരത്തെ ഉണരും. പ്രഭാത നമസ്കാരം കഴിഞ്ഞ് അതേപോലെ അവർക്ക് ആവശ്യമായ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് ഫ്രഷ് മൈൻഡോടുകൂടെ മദ്രസയിൽ പോയി അവർക്ക് ജീവിതത്തിന് ആവശ്യമായ
പല പ്രധാനമായ കാര്യങ്ങളും അവർ പഠിക്കും. അത് മാനവിക ബോധത്തിനൊന്നും എതിരല്ല ഈ മാസ്റ്റർ പറയുന്നത് പോലെ, മറിച്ച് മാനവിക ബോധമുണ്ടാക്കുന്ന പാഠഭാഗങ്ങളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മനുഷ്യരെ സ്നേഹിക്കണം, കരുണ ചെയ്യണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, പച്ചക്കരലുള്ള ഏതൊരു വസ്തുവിനാണെങ്കിലും നന്മ ചെയ്താൽ അത് പുണ്യമാണ്, എല്ലാവരെയും സ്നേഹിക്കണം. ഇങ്ങനെയുള്ള മാനവിക മൂല്യങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അതേപോലെ ഒരു മനുഷ്യന് അവൻ്റെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കാൻ ആവശ്യമായ മൂല്യങ്ങളാണ് ശരിക്കും മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ഫ്രഷ് മൈൻഡിൽ തന്നെ പോയി പഠിച്ച് അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ. അതിന് മുസ്ലിം സമുദായത്തിനില്ലാത്ത ഒരാശങ്ക എന്തിനാണ് ഈ അഹമ്മദ് മാസ്റ്റർക്ക്? പ്രഭാത സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഇതൊന്നും മനസ്സിലാകാത്ത ഇയാളെപ്പോലെയുള്ള മടിയന്മാരായ ആളുകൾ ഒരുപക്ഷെ രാവിലെ കിടന്നുറങ്ങായിരിക്കും. പക്ഷേ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ അങ്ങനെയല്ല, രാവിലെ കിടന്നുറങ്ങല്ല. അത് പ്രധാനപ്പെട്ട സമയമാണ്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഈ രാവിലെ എന്ന് പറയുന്ന അതല്ലെങ്കിൽ പ്രഭാത സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ മതവിഭാഗങ്ങളൊക്കെ അതിനെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറാണ് പതിവ്. ഇപ്പോൾ ശാസ്ത്രീയമായി തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നൊരു സമയമാണ് പ്രഭാത സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് ഉണർന്നിരിക്കുകയും അതേപോലെ തന്നെ പഠിക്കുകയും പഠിക്കാനാവശ്യമുള്ള കാര്യങ്ങൾ അത്തരം സംഗതികളൊക്കെ ചെയ്യുക. അതേപോലെ മതവിഭാഗങ്ങൾ അവരൊക്കെ വളരെ ഭക്തിപൂർവ്വം ആരാധനകൾ നിർവഹിക്കുക, അതിനുവേണ്ടി തിരഞ്ഞെടുക്കുക. പഴയകാലത്ത് സന്യാസിമാർ അതേപോലെ തന്നെ മതാചാര്യന്മാരൊക്കെ പ്രാധാന്യമായി കണ്ടൊരു സമയമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീത ഒരു സമയം കൂടിയാണ് ഈ പ്രഭാത സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ നിലക്കാണ് മുസ്ലിമീങ്ങൾ ഇതിനെ ഈ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്തുന്നത്. അത് ശാസ്ത്രീയമായിട്ടാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും മതപരമായിട്ടാണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. അത് മടിയന്മാർ കടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന സമയമാണ്. പക്ഷേ കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അതിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഈ മാസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്, ഈ രൂപത്തിലുള്ള മണ്ടത്തരമൊന്നും നിങ്ങൾ ഇതേപോലെ പൊതുജനങ്ങളുടെ മുമ്പിൽ വന്ന് പറയരുത് എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് വളരെ ചുരുങ്ങിയ നിലക്ക് പറയാനുള്ളത്. ഏതാണെങ്കിലും മാഷ് തുടരട്ടെ. പൊതുവിദ്യാഭ്യാസത്തെ, കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസ നിലവാരത്തെ, അവർക്ക് ഹോംവർക്ക് ചെയ്യാനുള്ള സമയത്തെ, പഠിക്കാനുള്ള സമയത്തെ, കോൺസെൻട്രേഷൻ, അതിനേക്കാളൊക്കെ ഈ പാഠഭാഗങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയത്തെ ഇത് ബാധിക്കുന്നുണ്ട്. പിന്നെന്താണ് ഇദ്ദേഹം പറയുന്നത്? മദ്രസ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെ ബാധിക്കുന്നു എന്നാണ്. ഇതും ബാലിശമായ ഒരു വാദമാണ്, യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖം മുഴുവൻ ഞാൻ കേട്ടപ്പോൾ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്, ഞങ്ങളുടെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിച്ച ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളൊക്കെ മദ്രസയിൽ അയച്ചിട്ടുണ്ട് എന്നൊരു ഭാഗം ഇയാൾ പറയുന്നുണ്ട്. ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ, ആകെ പഠിപ്പിക്കുന്ന മണിക്കൂറുകൾ ഞാൻ നോക്കുമ്പോൾ ഈ മൊത്തം ഒരു കൊല്ലം ഒരു കുട്ടിയെ മദ്രസയിൽ പഠിപ്പിക്കും. ഞങ്ങളൊക്കെ അത് കടന്നു വന്നവരാണല്ലോ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഈ അഹമ്മദ് മാസ്റ്ററോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ച ആളുകളാണല്ലോ, എന്നിട്ട് അത് നിങ്ങളുടെ പൊതുവിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് ബാധിച്ചത്? ഏതെങ്കിലും നിലക്ക് മദ്രസ വിദ്യാഭ്യാസം നിങ്ങളുടെ പൊതുവിദ്യാഭ്യാസത്തെ തകർത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പറ. അതിൻ്റെ ഉദാഹരണം നിങ്ങൾ തന്നെയാണല്ലോ. എന്തിനാണിങ്ങനെ ഒരു സംവിധാനത്തിനെതിരെ ഏതെങ്കിലും നിലക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ അത് വസ്തുനിഷ്ഠമാകണ്ടേ? എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾ ഈ പറഞ്ഞത് വസ്തുനിഷ്ഠമാണ്. എത്രയോ ലക്ഷക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥികൾ മദ്രസകളിൽ പഠിച്ചിട്ട് അവർ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നില്ലേ? ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ. ഇപ്പോൾ ഇന്ന് ആകെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തിൻ്റെ വിജ്ഞാന രംഗത്ത് അതല്ലെങ്കിൽ പഠനരംഗത്ത് അവരുടെ മുന്നേറ്റത്തിൽ വിറളി പൂണ്ടിരിക്കുകയാണ് ആൾക്കാർ. മലപ്പുറത്ത് നിന്ന് വിജയിക്കുന്ന കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് വിജയിക്കുന്നത് എന്ന് വരെ പറയാൻ ചില നേതാക്കന്മാരെ പ്രേരിപ്പിച്ചു, ജീവിച്ചിരിക്കുന്ന ചില നേതാക്കന്മാർ. അതാണ് അവസ്ഥ. അവരൊക്കെ മദ്രസയിൽ പഠിച്ചിട്ട് തന്നെയാണ് ഈ നിലക്കുള്ള വിദ്യാഭ്യാസമൊക്കെ നേടുന്നത്. മദ്രസയിൽ പഠിച്ച ആളുകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിരത്താം. അപ്പോൾ അതൊക്കെ ബാലിശമാണ് എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരിക്കലും മദ്രസ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസത്തെ ബാധിക്കുന്നില്ല. ഏതാണെങ്കിലും അഹമ്മദ് മാസ്റ്റർ തുടരട്ടെ. ഇനി മദ്രസയിലെ രണ്ടാമത്തെ കാര്യം, ഒന്ന്, അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നൊരു കാര്യം അതിൻ്റെ സിലബസും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ സിലബസ് കുട്ടിയുടെ മനോനിലയും മാനസികാവസ്ഥയും മാനസിക വളർച്ചയുമായിട്ട് ബന്ധമേ ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ
മാനസിക വളർച്ചയായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ മദ്രസയിൽ ഇപ്പോൾ പരമാവധി ഒരു കുട്ടി പഠിക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 5 വയസ്സാകുമ്പോൾ കൊണ്ടുപോയിട്ട് ഒരു ജീവിതകാലത്തിന് വേണ്ട മതം മുഴുവനും അടുത്ത 5 കൊല്ലം കൊണ്ട് പഠിക്കുക. അതെപ്പോൾ പഠിക്കണം? രാവിലെ ഈ 2 മണിക്കൂർ കൊണ്ട് പഠിക്കണം. ആ കുട്ടിക്ക് ആ പ്രായത്തിൽ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സാറ് ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന ഒരു ഇപ്പോൾ പഠിക്കുന്ന മതകാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ നിസ്കരിക്കണം എന്ന്, എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആരാധനാമുറകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെയാണ് വിധി വിലക്കുകൾ എന്തൊക്കെയാണ്, ജീവിതത്തിൽ ഡോൺസ് അങ്ങനെ ഉണ്ടല്ലോ, ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് പാടുണ്ട് എന്ത് പാടില്ല, എന്തൊക്കെ ഹറാമാണ് എന്തൊക്കെ ഹലാലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇതിനിടയിൽ ഈ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കും, നിങ്ങൾക്ക് ഹൈല് വന്നാൽ കുളിക്കേണ്ടത് എങ്ങനെയാണ്, നിഫാസ് വന്നാൽ കുളിക്കേണ്ടത്. എന്താ മനസ്സിലായത്? ഹൈല് എന്ന് പറഞ്ഞാൽ ആർത്തവം. ആർത്തവം എന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ പോലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല ഈ പ്രായത്തിൽ. ഇതൊരു കൗമാരക്കാരെയൊക്കെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഇങ്ങനെ പഠിപ്പിക്കും. നിഫാസ് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രസവാനന്തര ബ്ലീഡിങ് ഉണ്ടല്ലോ, അതൊക്കെ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. ആ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. മദ്രസയിലുള്ള സിലബസ് കുട്ടികളുടെ മാനസികാവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. ഇതും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഒന്നാമതായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മതത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെ പഠിപ്പിക്കാതിരിക്കണം, അത് തീരുമാനിക്കുന്നത് മതത്തിൽ അവഗാഹമായി ഇൽമ് നേടിയ, അറിവ് നേടിയ പണ്ഡിതന്മാരാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ സിലബസ് തയ്യാറാക്കുന്നത്. അത് മതവുമായി ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിക്കും. അതല്ലാതെ കുട്ടികൾ എന്ത് പഠിപ്പിക്കണം പഠിപ്പിക്കണ്ട എന്ന് മതത്തെ നിഷേധിക്കുകയും യുക്തിവാദികളായി തീരുകയും അതേപോലെ മതത്തെ തന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകളല്ല അത് തീരുമാനിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഇസ്ലാമിൽ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് എന്ന കാര്യം അഹമ്മദ് മാസ്റ്റർ പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇനിയോ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഇയാൾ പറഞ്ഞതുപോലെ ഹൈലും നിഫാസും ഒക്കെയാണോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് മദ്രസയിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 വയസ്സിന് മുമ്പ് ഒരു കുട്ടി നമസ്കാരം കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം 7 വയസ്സായാൽ നമസ്കാരം ശീലിക്കണം. 10 വയസ്സായാൽ എന്താണെങ്കിലും നമസ്കരിക്കണം. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ്. പക്ഷേ ആ നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതിന് മുമ്പുള്ളൊരു ചാപ്റ്ററുണ്ട്. അതെന്താണെന്നറിയോ? അത് ശുദ്ധിയുടെ ചാപ്റ്ററാണ്. അതിന് ത്വഹാറത്ത് എന്നാണ് പറയുക. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ആദ്യമായി ആരാധനകളൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് 1ാമത്തെ ചാപ്റ്റർ, ലോകത്തുള്ള എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ശുദ്ധിയായിരിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വൃത്തിയാകേണ്ടത്, മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാകേണ്ടത് എങ്ങനെയാണ് കുളിക്കേണ്ടത്, അതേപോലെ തന്നെ വുളൂ ചെയ്യേണ്ടത്, ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഇത് പഠിപ്പിക്കുന്ന ത്വഹാറത്തിൻ്റെ ബാബ്, ശുദ്ധിയുടെ പാഠം. ഈ ശുദ്ധിയുടെ പാഠം പഠിപ്പിക്കുമ്പോൾ മൊത്തത്തിൽ ചെറിയ കുട്ടികൾക്കൊക്കെ നിസ്കാരത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിസ്കാരത്തിന് ആവശ്യമായ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ മൊത്തത്തിൽ ഈ ആർത്തവം അതേപോലെ നിഫാസൊക്കെ മൊത്തത്തിൽ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തു എന്ന് വരാം. അങ്ങനെ പല മദ്രസകളിലും അങ്ങനെ സിലബസിലുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവരെ പഠിപ്പിക്കുന്നില്ല. അത് തുടർന്നുള്ള ഓരോ ക്ലാസ്സുകളിലുമാണ് അവരുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഈ ഒരു സംഗതി എടുത്തുകൊണ്ടുവന്നാണ് ഇദ്ദേഹം മദ്രസയെ ഈ നിലക്ക് മാനസികാവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നത്. കുഞ്ഞുനാളിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ ഈ ശുദ്ധിയെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ കൊത്തിവെക്കുമ്പോൾ അതവരുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും അവർക്ക് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അവരത് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയാണല്ലോ കുഞ്ഞുനാളിൽ നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും നമ്മളത് മറക്കാതെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കും. അതിനുവേണ്ടി ചെറുപ്പകാലത്ത് തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം വിദ്യാർത്ഥികൾ വളരുമ്പോൾ അതവരുടെ മനസ്സിൽ കൊത്തിവെച്ചതുപോലെ ആ ശുദ്ധിയെ സംബന്ധിച്ച് അവർ പ്രാധാന്യത്തോടു കൂടെ കാണും. അതല്ലാതെ കുളിക്കാതെ വൃത്തിയാക്കാതെ നടക്കുന്ന ഒരു സമൂഹമല്ല, ഒരു സ്വഭാവമല്ല മുസ്ലിം വിദ്യാർത്ഥികൾ എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് താങ്കളോട് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടാണ് ഈ ജീവിതയാത്ര എന്നുപോലും അറിയാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ യുക്തിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർ പറയും, അത് വിമർശനമായി ഉന്നയിക്കും, പരിഹസിക്കും, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്നതാണ് വസ്തുത. ഏതാണെങ്കിലും അദ്ദേഹം തുടർന്ന് പറയട്ടെ. ഈ നമ്മുടെ മാനവിക ബോധത്തെ, നമ്മുടെ ശാസ്ത്രീയ ചിന്തയെ
ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ബോധം ആ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ശാസ്ത്രീയ ചിന്തയുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഒന്ന് മദ്രസയിൽ പഠിച്ചു പോയൊരു കുട്ടിക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ ദുഷ്ടന്മാരായിട്ടുള്ള ഈ അധ്യാപകർ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് പഠിക്കും, അതൊന്നും ഞമ്മക്ക് വാങ്ങല്ല, ഞമ്മക്ക് പറഞ്ഞതല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ ആ വൈരുദ്ധ്യം കിടക്കും. എന്താണ് പറഞ്ഞത്? ശാസ്ത്രീയ ബോധത്തെ ബാധിക്കും. എന്നിട്ട് ഈ മാഷ് വലിയ ശാസ്ത്രബോധമായി അവതരിപ്പിച്ചത് എന്താണ്? പരിണാമവാദം. 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു അന്ധവിശ്വാസത്തെയാണ് ഇദ്ദേഹം വലിയ ശാസ്ത്രബോധമായി അവതരിപ്പിക്കുന്നത്. ആധുനിക ശാസ്ത്രം തന്നെ ഈ പരിണാമവാദം പോലെ, ഡാർവിനിസം പോലെയുള്ള സംഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞതൊന്നും ഈ പണ്ഡിതൻ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇയാൾ വലിയ ശാസ്ത്രബോധമായി അവതരിപ്പിക്കുകയാണ്. ഇതുവരെ തെളിവുദ്ധരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഡാർവിനിസം എന്ന സംഗതി അത് തെളിയിക്കപ്പെടണം. പരിണാമവാദികൾക്ക് പോലും ഇന്നേ വരെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്, ലോകത്തോട് പറയുന്നത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനൊരു സവിശേഷ സൃഷ്ടിയാണ് എന്നാണ്. എന്നാൽ ഈ പരിണാമവാദികളെ സംബന്ധിച്ച് അവർക്ക് പോലും ഇതിനൊരു കൃത്യമായ തെളിവ് ലോകത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ന്യായീകരിച്ച് പലരും പോകുന്നത്? ഇതിന് തെളിവില്ലാതെ ഇരുന്നിട്ടും ഇതിനെ കൊണ്ടു നടക്കുന്നത് എന്താണ്? ഇതിനെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന സംഗതി അംഗീകരിക്കേണ്ടി വരും. അത് അംഗീകരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഈ തെളിയിക്കപ്പെടാത്ത സംഗതി, ഈ അന്ധവിശ്വാസവുമായിട്ട് ഇത്തരം ആളുകൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ശാസ്ത്രബോധമായി ഇദ്ദേഹം പറയാണ് പരിണാമവാദം. അപ്പോൾ അത് മദ്രസയിൽ പഠിച്ചതും സ്കൂളിൽ പഠിക്കുന്നതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. മാഷേ, ഒരു ശാസ്ത്രബോധത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു പ്രൂവ് ചെയ്തൊരു സംഗതിയെങ്കിലും നിങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? എന്തെങ്കിലും ഇതേപോലെയുള്ള ഒരു അന്ധവിശ്വാസമാണോ ജനങ്ങളോട് പറയേണ്ടത്? അപ്പോൾ ഈ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ അഹമ്മദ് മാസ്റ്ററോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മുത്തച്ഛനും ആ മുത്തച്ഛൻ്റെ മുത്തച്ഛനൊക്കെ അവരുടെയൊക്കെ മുത്തച്ഛന്മാർ സിംഹവാലനും ചിമ്പാൻസിയും ഒക്കെ ആയിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ വെറുതെ എന്തെങ്കിലും പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം, ഇദ്ദേഹത്തിൻ്റെ അഭിമുഖം എന്ന് പറയുന്ന ഈ സംഗതി, അത് തുടക്കം മുതൽ അവസാനം വരെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ഒരു യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത, തികച്ചും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള ആരോപണങ്ങൾക്ക് വളം വെക്കുകയും അതിനെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യുകയും അത്തരം സംഗതികൾക്ക് ഒന്നുകൂടെ വളം വെച്ച് കൊടുക്കുന്ന നിലക്കുള്ള ഒരു സംസാരം നടത്തുക എന്നതല്ലാതെ അതിലുപരി കാര്യമായ ഒന്നും തന്നെ മദ്രസ അടച്ചുപൂട്ടണം എന്ന് മുറവിളി കൂട്ടാൻ വേണ്ടി ഇദ്ദേഹം പറയുന്നു എന്നതല്ലാതെ അതിനാവശ്യമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്നീ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് തുടർന്ന് മറ്റുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.